വിചാരണ തന്നെ ഇതിലെ പ്രതികൾക്കുള്ളൊരു ശിക്ഷയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുഖ്യപ്രതി 7.5 കൊല്ലം ജയിലിൽ കിടന്നു. ഒരു പക്ഷേ അയാൾക്ക് ഇപ്പോൾ ശിക്ഷ വിധിക്കുകയാണെങ്കിലും കൂടിപ്പോയി ജീവപര്യന്തം കിട്ടിയേക്കാം, തൂക്കിക്കൊല്ലാനൊന്നും വിധിക്കില്ലല്ലോ. അപ്പോൾ ഏതാണ്ട് ഒരു 7.5 കൊല്ലം അയാൾ ശിക്ഷാ കാലയളവിൻ്റെ ഏതാണ്ട് ഒരു 95% അയാൾ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കോൺസ്പിറേറ്റർ എന്ന് പറയുന്ന നടൻ ദിലീപ്, അദ്ദേഹത്തിന് വലിയ ശിക്ഷ സൊസൈറ്റി തന്നെ നൽകി കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്ന് കരുതി അയാൾ ശിക്ഷയ്ക്ക് അർഹനല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് ഈ വിചാരണ തന്നെ ഒരു ശിക്ഷയായി പ്രതികൾക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രതിക്ക് ജാമ്യം കൊടുക്കുന്ന കാര്യത്തിൽ കോടതി നടത്തുന്ന നിരീക്ഷണങ്ങൾ ആ പ്രതിക്ക് അനുകൂലം നമ്മൾ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. കാരണം കോടതിയുടെ പ്രഖ്യാപിത നിലപാട് തന്നെ ജാമ്യമാണ് നിയമം എന്നുള്ളതാണ്, ജയിൽ എന്നുള്ളത് എക്സെപ്ഷനാണ്. അപ്പോൾ 7.5 വർഷം ഒരു എന്ത് കുറ്റം ചെയ്ത ആളാവട്ടെ 7 വർഷം അയാൾ ജയിലിൽ കിടന്നു. UAP ഒന്നും അല്ലല്ലോ ജാമ്യം കിട്ടാതിരിക്കാൻ. അപ്പോൾ അത് ജാമ്യം കിട്ടാതിരുന്നത് എന്തുകൊണ്ടാണെന്നാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ വിചാരണ കോടതിയെ തന്നെയാണ് സുപ്രീം കോടതി എന്ന് വിമർശിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പോലീസിനെ പ്രതി ദിലീപിൻ്റെ അഭിഭാഷകൻ 90 ദിവസമാണ് വിസ്തരിച്ചതെന്ന് പറയുന്നു. 90 ദിവസം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിക്കുക എന്ന് പറഞ്ഞാൽ കേട്ടുകളില്ലാത്ത കാര്യമാണ്. അത് വലിയ കലാപ കേസുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു ഭീകരാക്രമണമോ വലിയ കലാപമോ 100 കണക്കിന് മനുഷ്യർ മരിച്ച എന്തെങ്കിലും ഒരു കുറ്റകൃത്യമോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിച്ചേക്കാം. കാരണം അതിലൊരുപാട് കാര്യങ്ങൾ ഉൾപ്പിരിവുകളുള്ളതുകൊണ്ട് ചിലപ്പോൾ ഇതെന്ത് കേസാണ്, ഇതൊരു വളരെ വ്യക്തമായൊരു കേസാണ്. ഈ കേസിലുള്ള ആകെയുള്ള ഒരു വിവാദ പോയിന്റ് ഇതിൽ ഗൂഢാലോചന കേസുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്ന ആൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ 90 ദിവസം വിസ്തരിച്ചു എന്ന് പറഞ്ഞാൽ കേട്ടുകളില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതെങ്ങനെ അനുവദിച്ചു എന്നാണ് സുപ്രീം കോടതി ഒരു ചോദ്യം. ആ ചോദ്യം വിചാരണ കോടതിയോടതാണ്, പ്രോസിക്യൂഷനോട് കൂടിയാണ്. അതങ്ങനെ അനുവദിക്കാൻ പാടില്ലല്ലോ എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനെ 3 മാസം വിസ്തരിക്കുക. അതുപോലെ ഈ കേസിലെ അതിജീവിതയെ 7 ദിവസം തുടർച്ചയായിട്ട് വിസ്തരിച്ചു, 7 ദിവസം. അപ്പോൾ ഇതിൽ അസ്വാഭാവികത ഉണ്ടെന്നുള്ളത് സുപ്രീം കോടതിക്ക് തന്നെ മനസ്സിലായി. ഇനി ഈ വിചാരണ കോടതി തന്നെ ഈ കേസിൽ എത്ര തവണ കാലാവധി ഇതിൻ്റെ വിചാരണയ്ക്ക് കാലാവധി നീട്ടി ചോദിച്ചെന്ന് അറിയാം. ഏറ്റവും അവസാനം ചോദിച്ചത് 2023 ഓഗസ്റ്റിലാണ്. അതായത് 2024 മാർച്ച് വരെയെങ്കിലും നീട്ടിത്തരണമെന്ന് പറഞ്ഞിട്ട്. ഇപ്പം എന്താണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രോസിക്യൂഷൻ്റെ വിസ്താരം പൂർത്തിയായി. ഇനി പ്രതിഭാഗത്തിൻ്റെ വിസ്താരം ഇനി വേറെ വരും. അത് കഴിഞ്ഞിട്ട് വേണം അന്തിമ വിസ്താരത്തിലേക്ക് പോകാൻ. അന്തിമ വിസ്താരം തന്നെ ഒരു 2-3 മാസം എടുക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഈ 2024 ഈ കേസിൻ്റെ വിധി വരുമെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴും ഉറപ്പില്ല. 2024 ഈ കേസിൻ്റെ വിധി വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഹൈക്കോടതി പലവട്ടം ജാമ്യാപേക്ഷ തള്ളിയ വത്സസോനിക്ക് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കൊടുത്തിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഈ കേസ് ഇനി വിധി വരികയാണെന്ന് തന്നെ ഇരിക്കട്ടെ, ഈ വിധി എന്താവും എന്നുള്ള കാര്യത്തിൽ നമ്മളിവിടെ ഇന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന കാര്യമില്ല. പക്ഷേ ഈ കേസിൻ്റെ വിചാരണ നടപടിക്കെതിരെ ആ വിചാരണ നടപടികൾ വൈകിപ്പിക്കാൻ പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ബോധപൂർവമായ എത്രയോ ശ്രമങ്ങളാണ് ഉണ്ടായത്. ബോധപൂർവമായ എത്രയോ ശ്രമങ്ങളുണ്ടായി. അതിനിടയിൽ തന്നെ ഈ മെമ്മറി കാർഡ് എന്ന് പറഞ്ഞ ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു തെളിവ്, ആ തെളിവ് കോടതിയുടെ അനുമതിയോടുകൂടി കോടതിയുടെ ജീവനക്കാരൻ്റെ മൊബൈൽ ഫോണിൽ അത് ഉപയോഗിക്കപ്പെട്ടു എന്ന വിവരവും പുറത്തു വന്നു. അതേക്കുറിച്ച് വിചാരണ കോടതി ജഡ്ജി ഫോറൻസിക് ലാബിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. അതിനെതിരെ അതിജീവിത ഹൈക്കോടതിയിൽ പോയി. അങ്ങനെ പല ഉൾപ്പിരിവുകളായിട്ട് ഈ കേസ് കിടക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ മെയിൻ കേസ് എന്ന രീതിയിലുള്ള അതിൻ്റെ വിചാരണ വൈകിപ്പിക്കുക എന്നുള്ളത് ആരുടെ ആഗ്രഹമാണ്? അത് ആരാണത് സാധിച്ചു കൊടുക്കുന്നത്? അതിൽ ഈ പ്രതിഭാഗത്തിനെ ആരൊക്കെയാണ് സഹായിക്കുന്നത്? ആ കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് സംശയങ്ങളുണ്ട്. വേലി തന്നെ വിളവ് തിന്നുകയാണോ എന്ന് തോന്നുന്ന വിധത്തിൽ അതിജീവിത വിചാരണ കോടതി ജഡ്ജി ഹണിയം വർഗീസിനെതിരെ ഹൈക്കോടതി സമീപിച്ചത് നമ്മുടെ ഒരു ഓർമ്മയിലുണ്ടാവും. ഹണിയം വർഗീസിനെ മാറ്റണമെന്നായിരുന്നു അതിജീവിതയുടെ പരാതി. പക്ഷേ ഹൈക്കോടതി സമ്മതിച്ചില്ലാത്തതുകൊണ്ട് മാത്രം അവരുടെ വിചാരണ തുടരുകയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ വിചാരണ പൂർത്തിയായി, അന്തിമവാദം പൂർത്തിയായി, അവസാനം ഇതിലൊരു വിധി വന്ന് ഇതിലെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നു എന്നതിനേക്കാൾ ഇതിൻ്റെ വിചാരണ തന്നെ ഇതിലെ പ്രതികൾക്കുള്ളൊരു ശിക്ഷയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിൽ കുറ്റം ചെയ്ത ആളുകൾ, ഇപ്പോൾ മുഖ്യപ്രതി 7.5 കൊല്ലം ജയിലിൽ കിടന്നു. ഒരു പക്ഷേ അയാൾക്ക് ഇപ്പോൾ ശിക്ഷ വിധിക്കുകയാണെങ്കിലും കൂടിപ്പോയി ജീവപര്യന്തം കിട്ടിയേക്കാം, തൂക്കിക്കൊല്ലാനൊന്നും വിധിക്കില്ലല്ലോ. അപ്പോൾ ഏതാണ്ട് ഒരു 7.5 കൊല്ലം അയാൾ ശിക്ഷാ കാലയളവിൻ്റെ ഏതാണ്ട് ഒരു 95% അയാൾ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കോൺസ്പിറേറ്റർ എന്ന് പറയുന്ന നടൻ ദിലീപ്, അദ്ദേഹത്തിന് വലിയ ശിക്ഷ സൊസൈറ്റി തന്നെ നൽകി കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്ന് കരുതി അയാൾ ശിക്ഷയ്ക്ക് അർഹനല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് ഈ വിചാരണ തന്നെ ഒരു ശിക്ഷയായി പ്രതികൾക്ക് മാറിയിട്ടുണ്ട്. അതേസമയം ഈ വിചാരണ തന്നെ അതിജീവിതയ്ക്കും ഒരു ശിക്ഷയായിരുന്നു നമ്മൾ ഓർക്കണം. നീണ്ടുപോകുന്ന നീതി എന്ന് പറയുന്ന അനീതിയാണ്. മറ്റൊരു കാര്യം, ഈ കേസിൻ്റെ മറ്റൊരു വളരെ പ്രസക്തമായ ഒരു കാര്യം നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ മലയാള സിനിമയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വിവാദങ്ങളുടെയെല്ലാം തുടക്കം ഈ സംഭവമാണെന്ന് ഓർക്കണം. WCC രൂപീകരണ ഈ സംഭവമാണ്. അപ്പോൾ സമൂഹത്തിൽ വലിയൊരു മാറ്റമുണ്ടാക്കിയ ഒരു കേസ് എന്ന നിലയിൽ ചരിത്രത്തിൽ ഇത് അടയാളപ്പെടും.